പറഞ്ഞു നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മീഡിയൻ ഫിൽറ്റർ ആണ്. മീഡിയൻ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒന്നുകൂടെ പറയാം എന്ന് പറഞ്ഞിരുന്നു. മീഡിയം ഫിൽറ്റർ. അപ്പം മീഡിയം ഫിൽറ്ററിനകത്ത് നമുക്ക് ഒരു ഇത് വന്നിട്ട് ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട്. ആ മെട്രിക്സ് വന്നിട്ടുണ്ട് നമ്മൾ അതിനെ 8 ബിറ്റ് ആയിട്ടുള്ള ഒരു 8 ബിറ്റ് ലെവലിലേക്ക് നമ്മൾ അതിനെ മാറ്റുന്നത്. അതായത് ബൈനറി ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 255, 138, 30, 65, 12, 201. അപ്പൊ ഇതിനെല്ലാം നമ്മൾ 8 ബിറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് 8 ബിറ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ബാക്കി 0 വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അപ്പം ഇതിനകത്ത് നോക്കിയാൽ മതി. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതിനകത്ത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഏറ്റവും ലാസ്റ്റത്തെയാണ് വരുന്നത്. 1100001 1001. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെവലിലെയാണ് വരുന്നത്. അപ്പൊ നമ്മളിത് ഓരോ പ്ലെയിനിന്റെ എഴുതുമ്പോഴത്തേക്കും നമുക്കിവിടെ 8 ബിറ്റ് പ്ലെയിൻ ആണ് ഉള്ളത്. അപ്പൊ 8 ബിറ്റ് പ്ലെയിനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് 8 ബിറ്റ് പ്ലെയിൻ ആണ്. അപ്പൊ 8 ബിറ്റ് പ്ലെയിനിൽ വരുന്നതെന്ന് വെച്ചാൽ ബിറ്റ് എക്സ്ട്രാക്ഷൻ. നമ്മളിപ്പം ഓരോ പ്ലെയിനിലും നമ്മളിപ്പം ഒരു എക്സ്റേ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്ലെയിൻ 1 ആയിട്ട് തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് പ്ലെയിൻ ആയിരിക്കും. സെക്കൻഡ് പ്ലെയിൻ, തേർഡ് പ്ലെയിൻ. അതായത് നമ്മൾ 8 ബിറ്റ് പ്ലെയിനിലാകാൻ നമുക്ക് 8 എണ്ണം ഉണ്ടായിരിക്കും. K1, K2, K3 എക്സെട്ര 8. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും വാല്യൂസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏതായിരിക്കും 194. ശ്രുതിക്ക് 194നെ ബൈനറി ആക്കാൻ അറിയാൻ പറ്റുമോ? അറിയാവോ? 194നെ ബൈനറി വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാവോ? അപ്പം നമ്മൾ അതിനെ ബൈനറി ആക്കി മാറ്റിയിട്ട് നമ്മൾ അതിനെ 8 ബിറ്റിലാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് 1 വരുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിരിക്കും. അതായത് നമ്മൾ അതിനെ ബൈനറി വാല്യൂസിലേക്ക് 0-1 എന്നുള്ള ഒരു വാല്യൂസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും. അതായത് അതിനെ ഡിവൈഡ് ചെയ്ത് 2 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ എത്രയാണ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ലാസ്റ്റ് എഴുതും, അല്ലെങ്കിൽ 0 എഴുതും. ആ രീതിയിൽ നമ്മൾ 8 ബിറ്റ് പ്ലെയിൻ എഴുതും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, സെക്കൻഡ് ഫേസ് പ്ലെയിൻ, തേർഡ് പ്ലെയിൻ, അങ്ങനെ ഓരോന്നിന്റെ ആ ബിറ്റ് അനുസരിച്ച് റെപ്രസെന്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരു ഇന്നലെ ഇത് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താം എന്ന്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 3 റോസും 3 കോളംസും ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓരോന്നിനെയും നമ്മൾ താഴോട്ട് ഇങ്ങനെ എടുത്ത് എഴുതും. അതിന് സൊല്യൂഷൻ ചെയ്യുന്നത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ഒന്നുകൂടെ പറയുന്നത്. 255, 138 നമ്മൾ താഴോട്ട് ഇങ്ങനെ എഴുതും. എന്നിട്ട് എഴുതിയിട്ട് അതിനെ ഓരോന്നിനെയും ബൈനറി ആക്കി മാറ്റും. ആ ബൈനറി ആക്കി മാറ്റിയിട്ട് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ കോളത്തിനെ നമ്മൾ എന്നാ ചെയ്യും? അതിനെ 110 ആദ്യത്തെ ഫസ്റ്റ് റോ ആയിട്ട് എഴുതും. അത് കഴിഞ്ഞിട്ട് 001 എന്ന് പറഞ്ഞാൽ അടുത്ത റോ ആയിട്ട് എഴുതും. 100 അങ്ങനെ മോസ്റ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് 1 ആണ്. അപ്പൊ നമ്മൾ ആ ഒരു കോളം എടുത്ത് അതിനെ റോ ആയിട്ട് എഴുതുവാണ് 101. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് 3 റോസും 3 കോളംസും ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ 3 റോസും 3 കോളംസും ആക്കി മാറ്റുന്നത്. 101, 101. അപ്പൊ ആ രീതിയിലിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ കമ്പ്യൂട്ട് ചെയ്യാനാണ് ഇത് അടുത്ത് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് വരുമ്പോഴത്തേ എന്തായിരിക്കും? 4 റോസ് ഉണ്ട്, 4 കോളംസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് 8 പ്ലെയിന് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് യൂണിറ്റ് 4 ആണ്. ഇമേജ് ഫിൽറ്ററിംഗ് ഓപ്പറേഷൻസ് ഇൻ എ സ്പാഷ്യൽ ഡൊമൈൻ. ഇമേജ് ഫിൽറ്ററിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളിപ്പം എന്തായിരിക്കും? ഇപ്പൊ അരിക്കകത്ത് കുറെ കല്ലും സംഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. അതായത് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വേണ്ട കണ്ടന്റ്സിനെ മാത്രമായിട്ട് എടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഇതായിരിക്കുന്നത് ഡേറ്റ ഇതിനകത്തും വരുന്നത്. മീഡിയൻ ഫിൽറ്ററിംഗ് നമ്മൾ പറഞ്ഞു ഈസ് എ നോൺ ലീനിയർ ഓപ്പറേഷൻ ഓഫർ യൂസ്ഡ് ഇൻ എ ഇമേജ് പ്രോസസ്സിംഗ് റിഡ്യൂസ് ഇൻ എ സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ്.
അപ്പം സോൾട്ട് ആൻഡ് പെപ്പർ നോയിസ് ഓൾസോ നോൺ ആസ് എ ഇമ്പൾസ് നോയിസ് ഈസ് എ ഫോം ഓഫ് നോയിസ് സംതിങ്. അതായത് നമ്മളൊരു ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് അതിനകത്ത് നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സിനെ നമുക്ക് റിമൂവ് ചെയ്യുന്ന ഒരാണ്. അപ്പൊ ഇതിനകത്ത് വരുന്നുണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ എന്താണെന്നൊക്കെയുള്ള ഇതിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇൻ ദിസ് യൂണിറ്റ് വി ഷാൽ കൺസിഡർ മോർ പവർഫുൾ ട്രാൻസ്ലേഷൻ വേർ ദ ഗ്രേ വാല്യൂസ് ഓഫ് ദ നെയ്ബറിംഗ് പിക്സൽസ് ഓൾസോ പ്ലേ എ യൂസ്ഫുൾ പാർട്ട്. We have discussed the point for operation of the type S equal to T of R. R is the gray level at a single pixel in the input, and X is the new value of the pixel. The capability of point operation are limited and the relation between a pixel and. അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പോയിന്റ് ഓപ്പറേഷൻ, ഒരു ഇതിലേക്ക് മാത്രമാണെങ്കിൽ ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട്, അതിന്റെ പോയിന്റ് ഓപ്പറേഷൻ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും നമ്മൾ സൃഷ്ടിക്കുക. വി വിൽ കൺസിഡർ ഇൻ നെയ്ബർഹുഡ്, അതായത് തൊട്ടടുത്തതിന്റെ ഇത് എടുക്കുന്നതാണ് നെയ്ബർഹുഡ് ഓഫ് പിക്സൽ ഫ്രം ദ ഇൻപുട്ട് ഇമേജ്. ദിസ് ടേം ഈസ് എ സ്പാഷ്യൽ ഫിൽട്ടറിംഗ്. തൊട്ടടുത്തതിനെ എടുക്കുന്ന തൊട്ടടുത്തത് ഒരു കൺസിഡർ ചെയ്യാം, തൊട്ടടുത്തതിനെ കൂടെ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ സ്പാഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. വി ഇൻട്രൊഡ്യൂസ് ഇമേജ് എൻഹാൻസ്മെന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇമേജ് ഷാർപ്പനിങ്, സ്പാഷ്യൽ ഹൈപാസ് ആൻഡ് ഇമേജ് സ്മൂത്തനിങ്. അതായത് നമുക്ക് ഇമേജ് ഷാർപ്പനിങ് എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നത് സ്പാഷ്യൽ ഹൈപാസ് എന്നും ഇമേജ് സ്മൂത്തിങ് അതായത് ലോ പാസ് ഫിൽറ്റർ. സ്പാഷ്യൽ ഫിൽറ്ററിംഗ് ഈസ് ജനറലി യൂസ് ഇൻ എ പ്രീ പ്രോസസിംഗ് ഓപ്പറേഷൻ ഓഫ് എ നോയിസ് റിമൂവൽ. ഇത് ശ്രദ്ധിക്കണം. സ്പാഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് യൂസ്ഡ് ഇൻ പ്രീ പ്രോസസിംഗ് ഓപ്പറേഷൻ ഫോർ എ നോയിസ് റിമൂവൽ. നോയിസിനെ റിമൂവൽ ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എ എഡ്ജ് ഡിറ്റക്ടർ ആൻഡ് എൻഹാൻസ്മെന്റ് ആപ്ലിക്കേഷൻ. In this we introduce the concept of histogram ഒക്കെയാണ് നമ്മൾ ഇവിടെ വരുന്നത്. And provide an overview of image enhancement using histogram equalization and histogram specification. The histogram of an image represent the റിലേറ്റീവ്, അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് ആ ഹിസ്റ്റോഗ്രാം ഒരു എങ്ങനെയായിരിക്കും സ്റ്റോക്കിന്റെ മാർക്കറ്റ് വാല്യൂസ് കൂടുന്നത്, അതിന്റെ റേഞ്ച് എങ്ങനെയായിരിക്കും താഴുന്നത്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു പിറ്റേ ദിവസം നമ്മളൊരു പുതിയൊരു സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഷെയർ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഇന്നലത്തേത് ഏത് ലെവൽ വരെ പോയി, എത്രമാത്രം ഹൈക്കായി. അപ്പൊ നമ്മൾ ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇതിലാണ് ആപ്പിൽ തന്നെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും എത്രമാത്രം ഹൈക്കായി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓക്കറൻസ് ഓഫ് എ വേരിയസ് ഗ്രേ ലെവൽസ് ഇൻ ദിസ് മെത്തേഡ്. ഇറ്റ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇമേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ഹെൽപ്പ് us യൂസ് ടു അനലൈസ് ദ ഇമേജ്. നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കുന്നത്. ഹിസ്റ്റോഗ്രാം ആർ ദ ബേസിസ് ഓഫ് മെനി സ്പാഷ്യൽ ഡൊമൈൻ പ്രോസസിംഗ്. നമ്മൾ പറഞ്ഞു സ്പാഷ്യൽ ഡൊമൈൻ പ്രോസസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഹൈപാസ് ആയിരിക്കും എന്നുള്ളത്. ഹിസ്റ്റോഗ്രാംസ് ആർ ദ ബേസിസ് ഓഫ് മെനി spatial domain processing technique. Histogram modeling technique modify an image so that the histogram has a desired shape. Histogram manipulation is used for an image enhancement. Image enhancement വേണ്ടിയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കുന്നത്. ഇത് ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞാണ്. നമ്മൾ സ്പാഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിനകത്ത് അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ഒരു പിക്ചറിനകത്ത് ഒറിജിനൽ ആയിട്ടുള്ള ഇമേജിന്റെ അകത്ത് നമുക്കൊരു ഒരു പിക്സല് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചത്. അപ്പൊ അതിനെ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫിൽറ്ററിംഗ് ഈസ് എ പ്രോസസ് and to remove some unwanted components or a small details in an image. നമ്മൾ അതിൻ്റെ അകത്ത് അൺവാണ്ടഡ് തിങ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് വരുന്നത്, സ്പാഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ശ്രുതി കേൾക്കുന്നുണ്ടോ? In digital image processing, filter is basically a sub-image and is known by various names such as സബ് ഇമേജിന് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള സബ് ഇമേജിന് പറയുന്ന പേരാണ് മാസ്ക്, കേർണൽ, ടെംപ്ലേറ്റ് ഓർ വിൻഡോ. ഇത് 2 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് മാസ്ക് അല്ലെങ്കിൽ വാട്ട് ഈസ് കേർണൽ, വാട്ട് ഈസ് ടെംപ്ലേറ്റ് ഓർ എ വിൻഡോ എന്നുള്ളത്. അതായത് ഇതിനകത്ത് പറയേണ്ടിയിരിക്കുന്നത് ഫിൽറ്ററിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ദാറ്റ് റിമൂവ് സം അൺവാണ്ടഡ് കമ്പോണൻസ് ഓർ എ സ്മോൾ ഡീറ്റെയിൽസ് ഇൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ്. Filtering is basically a sub-image and is known by various names such as mask, kernel, template or winner. Filter can be of 2 types, spatial filters and frequency domain filters.
രണ്ട് രീതിയിലുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്, സ്പാർഷ്യൽ ഫിൽറ്റേഴ്സും frequency domain filters. We have discussed the point operation of the type S equal to here, where R is the gray level at a single pixel in the input image and S is the new values of the pixel. The capability of point operation are limited and the relation between pixel and the neighbors is exploited. We will considering a neighborhood of the pixel from the inverse. Partial filtering is one of the main tools used in a variety of applications such as noise removal. First, partial filtering main ആയിട്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോയിസ് റിമൂവല്, ബ്രൈഡിങ് ദ gaps in object boundaries, sharpening an object. അപ്പൊ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നോയിസ് റിമൂവൽമെന്റിന്റെ, പിന്നെ ബ്രിഡ്ജിങ് ദ ഗ്യാപ്സ് ഇൻ ഒബ്ജക്റ്റ് ബൗണ്ടറീസിനൊക്കെ ഒരു ബ്രിഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഷാർപ്പനിങ് ഓഫ് ആൻ എഡ്ജസ്, ഇങ്ങനത്തെയൊക്കെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് സ്പാർഷ്യൽ ഫിൽറ്ററിങ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. The ideas of partial filtering is to move a mask a square of odd size such as 3x3 point over the whole image pixel by pixel. At each pixel, the corresponding value of the mask and the image are multiplied and added to the replace the original gray level values. This process is known as a convolution. The idea of partial filtering is to move a mask. മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സ്ക്വയറിനകത്തുള്ളതിനെ നമ്മൾ വേറൊരു പൊസിഷനിലേക്ക് മാറ്റുന്നതിനാണ് മാസ്ക് എന്ന് പറയുന്നത്. സ്ക്വയർ ഓഫ് ഓഡ് സൈസ് അച്ചാസ്, ഒന്നെങ്കിൽ അത് 3x3 അല്ലെങ്കിൽ 5x5 ആയിരിക്കും. ഓവർ ദ ഹോൾ ഇമേജ് പിക്സൽ ബൈ പിക്സൽ, അറ്റ് ഈച്ച് പിക്സൽ ദ കറസ്പോണ്ടിങ് വാല്യൂ. അപ്പൊ ഓരോന്നിനെ വിധമായിട്ടായിരിക്കും നമ്മൾ മാച്ച് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ഗ്രേ ലെവൽ ആയിട്ടുള്ള അതിനെ മാസ്കിനെ മാത്രമായിട്ട് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പം by this process we create a new image where gray level values of the pixels are calculated from the values under the mask. The values under the masks are modified. A function is called ഫിൽറ്റർ. ആ മാസ്കിന് നമ്മൾ പറഞ്ഞു അതിനെ എന്തായിരിക്കും ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ മാസ്ക് എന്ന് പറയുന്നത് ഒരു ഇതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന. ഇഫ് ദിസ് ഫിൽറ്റർ ഫംഗ്ഷൻ ഇൻ എ ലീനിയർ ഫംഗ്ഷൻ of all gray level values in the mask, then the filter is called a linear filter. I linear also it's called a else it is called a non-linear. അപ്പൊ സ്പാർഷ്യൽ ഫിൽറ്ററിനെ രണ്ട് രീതിയിൽ നമ്മളിപ്പം പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരിക്കും സ്പാർഷ്യൽ ഫിൽറ്റർ? രണ്ട് രീതിയിൽ ചെയ്തിരിക്കുന്നു, സ്മൂത്തനിങ് ആൻഡ് ഷാർപ്പനിങ്. സ്മൂത്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലോ പാസ് ആണ്, ഷാർപ്പനിങ് എന്ന് പറയുമ്പോൾ ഹൈ പാസ് ആണ്. അതിൻ്റെ അകത്ത് സ്മൂത്തനിങ് തന്നെ രണ്ടായിട്ട് വീണ്ടും വെച്ചിരിക്കുന്നു, ലീനിയർ ഫിൽറ്റേഴ്സ് എന്നും നോൺ ലീനിയർ ഫിൽറ്റേഴ്സ്. ഈ ലീനിയർ ഫിൽറ്റേഴ്സും നോൺ ലീനിയർ ഫിൽറ്റേഴ്സിനകത്തും വരുന്നതാണ്. ഒന്ന് ലീനിയർ ഫിൽറ്റേഴ്സിനകത്ത് ആവറേജ് ഫിൽറ്റേഴ്സ് വരുന്നു, മറ്റേതിൻ്റെ അകത്ത് മീഡിയൻ ആൻഡ് മിനിമൽസ്. ഷാർപ്പനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫിൽറ്റേഴ്സ്. ഷാർപ്പനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫിൽറ്റേഴ്സ്, സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പം ഇതിനകത്ത് ഈ ഷാർപ്പനിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ഈസ് യൂസ്ഡ് ടു ഹൈലൈറ്റ് ദ ട്രാൻസിഷൻ ഓഫ് ഇന്റൻസിറ്റി. ഇനി വി ഡിസ്കസ് 2 ടൈപ്സ് ഓഫ് സ്പാർഷ്യൽ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലുള്ള സ്പാർഷ്യൽ എന്നിരിക്കുന്നത്, സ്മൂത്തിങ് ആൻഡ് ഷാർപ്പനിങ്. സ്മൂത്തിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദിസ് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ഈസ് ടു ബ്ലർ സ്മൂത്ത് ദ ഇമേജ്, therefore called a smoothing filter also. These filters are also used for a noise reduction. അത് മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നോയിസ് റിഡക്ഷന് വേണ്ടിയാണ്. നോയിസ് റിഡക്ഷൻ ക്യാൻ ബി ഡൺ ബൈ ബ്ലറിംഗ് വിത്ത് എ ലീനിയർ ഫിൽറ്റർ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിക്ചറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ബ്ലർ ആയിട്ട് നോയിസിന്റെ ഒക്കെ ഒരു ഡിസ്ട്രാക്ഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇളകിയിരിക്കുന്നതിനെ നമ്മൾ ആ രീതിയിൽ ഇത് ചെയ്യുന്നതിനാണ് സ്മൂത്തിങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ അതിനെ ക്ലിയർ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ വീണ്ടും ഒരു ഷാർപ്പനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് നമ്മൾ എഡ്ജസിനെ ഇപ്പൊ ഒരു ബ്ലർ ആയിട്ടിരുന്ന ഒരു ഫ്ലവറിനെ നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ട് അതിനകത്ത് ഷാർപ്പനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ബോർഡേഴ്സിനെ മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കുക. ആ രീതിയിൽ നമുക്ക് വേണ്ടതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതിനാണ് ഈ രണ്ട് പറയുന്നത്. അതിൻ്റെ അകത്തുള്ളതാണ് സ്പാർഷ്യൽ ഫിൽറ്ററിങ് ആൻഡ്
മെയിൻ ആയിട്ട് സ്പാർഷ്യൽ ഫിൽറ്ററിങ്ങിനകത്ത് സ്പാർഷ്യൽ ഫിൽറ്ററിങ് അതിനകത്ത് രണ്ടെണ്ണം വരുന്ന സ്മൂത്തിങ് ആൻഡ് ഷാർപ്പനിങ്. അതിനകത്ത് സ്മൂത്തിങ് എന്താണ്, ഷാർപ്പനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇമേജ് സ്മൂത്തിങ്. ഇമേജ് സ്മൂത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. ഇത് സ്പാർഷ്യൽ ഫിൽറ്റർ കൺസിസ്റ്റ് ഓഫ് എ ടിപ്പിക്കലി സ്മോൾ റെക്ടാങ്കിൾ കോൾഡ് നെയ്ബർഹുഡ് ആൻഡ് പ്രീ ഡിഫൈൻഡ് ഓപ്പറേഷൻ വിച്ച് ഈസ് പെർഫോംഡ് ഓൺ ദ പിക്സൽസ് ഓഫ് ദ ഇമേജ് എൻകമ്പോസ്ഡ് ബൈ ദ നെയ്ബർഹുഡ്. അപ്പൊ ഇവിടെ അതിനെ നമ്മൾ പറഞ്ഞു ദ ഫിൽറ്റർ ഈസ് രണ്ട് രീതിയിലുണ്ട് ഇതിനകത്തെ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ലീനിയറും ഉണ്ടായിരിക്കും നോൺ ലീനിയറും ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ലീനിയർ ഫിൽറ്റർ ഈസ് എ സ്പാർഷ്യൽ ഡൊമൈൻ പ്രോസർ വേറെ ഫിൽറ്റർ മാസ്ക് ഓർ കേണൽ. ഞാൻ പറഞ്ഞു നമുക്കിപ്പോ അതിൻ്റെ അകത്ത് ഒരു ഹോട്ട് പോട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഒരു ഹോട്ട് പോട്ട്. അപ്പൊ നമ്മൾ അതിനെ മാത്രമായിട്ട് ചേഞ്ച് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. വിത്ത് സം ഇന്റിജർ കോഎഫിഷ്യന്റ് വാല്യൂസ് ഈസ് അപ്ലൈ ടു എ ഇൻപുട്ട് ഇമേജ് ടു ജനറേറ്റ് എ ഫിൽറ്റേർഡ് ഔട്ട്പുട്ട് ഇമേജ്. ജനറലി ഫിൽറ്റർ സൈസ് ഈസ് 3x3 5. ആ രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഒരു 3x3 5x5 7x7 21x21 ആ രീതിയിലുള്ളതായിരിക്കും അതിന്റെ ഇത് വരുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു കറക്റ്റ് ഒരു പൊസിഷൻ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ ഹോട്ട്സ്പോട്ട്. ലീനിയർ ഫിൽറ്ററിംഗ് ഓഫ് ആൻ ഇമേജ് എക്സ് ബൈ ആൻഡ് സെഡ് ഓഫ് എം ഇൻറ്റു സൈസ് ഫിൽറ്റർ മാസ്ക് ഓഫ് സൈസ് എം ഇൻറ്റു എം. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അതിന്റെ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്? ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം ഓഫ് എഫ് ഓഫ് എക്സ് വൈ. അപ്പൊ ആ ഇക്വേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് ഇത്രയും ടഫുള്ള ഇക്വേഷൻസ് അത്രയും ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പം ഇത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് നിങ്ങളെല്ലാം എഴുതി പാസ്സായതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതിന്റെ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് അപ്ലൈ ഓഫ് എ ഗിവൻ 3x3 mask W on the 3 into mask W on the following image f of xy. f of xy ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ടോട്ടൽ ആയിട്ട് ആദ്യത്തെ വാല്യൂസ് നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എന്തായിരിക്കും ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 3x3 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിന് 3x3 എന്ന് പറയുമ്പോൾ 1/9 എടുക്കും. 1/9 എടുക്കുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് വെച്ചാൽ 5 into 1 plus 1 into 1 ഇതിനകത്ത് ഓരോന്നും എടുക്കുകയാണ്. അതിന് എല്ലാത്തിനെയും 1 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 2 into 1 plus അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 into 3 9 ആണ്. 9 എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അവിടെ എടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 5 1 2 4 4 7 2 6 20. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ അതിന്റെ മാസ്ക് ഇതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്, സ്ക്വയറിനെ മാത്രം. എന്നിട്ട് നമ്മൾ അതിനെ മാത്രമായിട്ട് ഇൻഡ്യൂ ചെയ്യുന്നത്. 3 into 3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ 3 into 3 മെട്രിക്സ് എന്ന് പറയും. മെട്രിക്സ് വെച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൺസിഡർ ഇതിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്ലൈ ഗിവൻ 3 into 3 മാസ്ക് W ഓൺ ദ ഫോളോയിങ് ഇമേജ്. 3 into 3 എന്ന് പറയുമ്പോൾ ഫോളോയിങ് ഇമേജ് എഫ് ഓഫ് എക്സ് വൈക്ക് 3 into 3 എന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് 3 into 3 മാത്രമുള്ള ഒരു മെട്രിക്സ് നോക്കണം. അതിനകത്ത് നിന്ന് 3 into 3 മാത്രം എടുക്കണം. 5 1 2 4 4 7 2 6 20. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ കിട്ടും 1/9. 1/9 ഇൻറ്റു കണ്ടോ, അതിനെ എല്ലാത്തിനെയും 1 into 1 കൊണ്ട് ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1/9 into 5 into 1 plus 1 into 1 1 into 1 plus 2 into 1. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അതിനെ എല്ലാത്തിനും കൂടെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 49/9 ഈക്വൽ ടു 5. നമ്മൾ അടുത്തത് അതുപോലെ തന്നെ ഏതെടുക്കണം? അടുത്ത നെയ്ബർഹുഡ് എടുക്കണം. 3 into 3 1 2 6 4 7 5 6 26. അപ്പൊ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത ഒരു വാല്യൂ കിട്ടും. അങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് 5 6 8 5 6 7 4 5 6. ഇതാണ് ഇതിന്റെ ഇത് വരയ്ക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാവുന്നതാണ്, എക്സാമിന് വരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? ഇന്നലത്തെ ഇതും
ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാവുന്നതാണ്. ബാക്കിയുള്ള ഈ ഇക്വേഷൻസോ സംഭവങ്ങളോ ഒന്നും അല്ല ചോദിക്കുന്നത്. വളരെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ 2 പ്രാവശ്യം കണ്ടു, അപ്പൊ അതിനകത്ത് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. അപ്പൊ മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഒരു അഡ്രസ് തന്നിരിക്കുന്നത് അതിന്റെ എങ്ങനെയായിരിക്കും ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പം ഒന്ന് നോക്കുക, ഈ ഒരു വാല്യൂസ് 512 447 2620 ഇത്രയും വാല്യൂസിനെ എടുത്തിട്ട് അപ്പൊ 3 into 3 എന്ന് വരുന്നത് കൊണ്ടാണ് നമ്മൾ 1 into 9 എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. 1 into 9 അതിനെ ഇൻഡു ചെയ്യുന്നു, അങ്ങനെ ഒരു വാല്യൂസ് കിട്ടുന്നു. അടുത്ത മെട്രിക്സ് അടുത്ത ഇതെടുക്കുന്നു 126 475 626. അടുത്തത് എടുക്കുമ്പോ എന്തായിരിക്കും 267 8 267. ഇനി അടുത്തത് അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അടുത്തത് അതുപോലെ തന്നെ അടുത്തത് വെച്ച് എടുക്കണം. അടുത്തത് എന്തായിരിക്കും, നമ്മൾ അത് കളഞ്ഞു. ഇനി അടുത്തത് വരുമ്പോഴത്തേനും 447 26 20 312 അങ്ങനെ ഓരോന്നും എടുത്ത് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് ഇത്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി അടുത്ത വേറെണ്ണം പറഞ്ഞിരിക്കുന്നത് 3 into 3 mask explain the mechanism of linear filtering with the necessary equations. List various application of a linear filtering. The aim of image smoothing is to diminish the effect of camera noise. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇമേജ് സ്മൂത്തനിങ് എന്തായാലും സ്മൂത്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയുന്നത് ഈസ് ടു ഡിമിനിഷ് ദ എഫക്ട് ഓഫ് ക്യാമറ നോയിസ്, spurious pixel values, missing pixel values. This is done by neighborhood average filtering. Each pixel in the smoothened image G of xy is obtained from the average pixel values in the neighborhood of xy in input image. Such a mask is also known as a mean filter. Mean filter the values namukku G of xy equal to 1 by m into sum of ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ഒന്ന് നോക്കുക, ഇക്വേഷൻസ് അതേപടി വയ്ക്കാം. വേറെ xy is equal to neighborhood, m is a number of pixels xy and w is a mask of averaging. ഇനി ഇവിടെ അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നത് 2 mask averaging and weighted average masking as shown in figure 7. The output of average of pixels contained in the neighborhood filter. അപ്പൊ ഇതിനകത്തെ values, therefore smoothing filters are also called average filters എന്ന് പറയുന്നത്, or a low pass filters. A and B shows a 3 into 3 smoothing filter mask spatial filter where all coefficients are equal is called a Bose filter. അതായത് എല്ലാ കോയിഫിഷ്യന്റ് ഈക്വൽ ആണെങ്കിൽ അതിനെന്താ പറയുന്നത്, ബോത്സ് ഫിൽറ്റർ എന്നാണ് പറയുന്നത്. ഹവർ ടു ഗീവ് എ മാക്സിമം ഇമ്പോർട്ടൻസ് ടു എ പിക്സൽ അറ്റ് ദ സെന്റർ ഓഫ് ദ മാസ്ക്. അതിനകത്ത് മാക്സിമം അതിന്റെ സെന്റർ ഓഫ് ദ മാസ്കിനായിരിക്കും വിളിക്കുന്നത്. ഇറ്റ് ഗിവൻ മാക്സിമം വെയിറ്റ് ആൻഡ് ദ വെയിറ്റ് ഓഫ് ദ നെയ്ബറിംഗ് പിക്സൽസ് ആർ പ്രോഗ്രസീവ്ലി റെഡ്യൂസ്ഡ്. ഇനി ഇതിനകത്ത് കേസ് വരുമ്പോഴത്തേക്കും 1 into 9 എന്നുള്ളൊരു കേസിൽ വരുന്നത്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ബോത്സ് ഫിൽറ്റർ 3 into 3 ആവറേജ് മാസ്ക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത 3 വെയിറ്റിന്റെ ആവറേജ് മാസ്ക്. അപ്പൊ ഇവിടെ നോക്കിയാൽ അതിന്റെ എല്ലാത്തിന്റെ ഇത് വരുമ്പോഴത്തേക്കും നോക്കിയാൽ ഓരോന്നിന്റെ 3 into 1 1 2 3 1 2 3 1 2 3. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ആവറേജ് നോക്കിയാൽ മതി, അതേ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എല്ലാത്തിന്റെയും 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ നോക്കിയാൽ മതി, 1ന്റെ അകത്ത് ഒരു ചെറിയൊരു ഇതിലേക്ക് ഹൈറ്റ് വന്നിട്ടുണ്ട്. 2 വരുമ്പോഴത്തേന് ഇത്രൂടെ ഇത് വരുന്നുണ്ട്. 1 ആ പൊസിഷൻ തിരികെ 2വിന്റെ വരുമ്പോഴത്തേക്കും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. അടുത്തത് വരുമ്പോഴത്തേക്കും 4 ലെവലില് 2 ലെവൽ, ആ ഒരു ലെവലാണ് ഇവിടുത്തെ കണ്ടത്. ഇവിടെ ആ ലെവൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ലെവൽ അനുസരിച്ച് അതിന്റെ വെയിറ്റിന്റെ ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേതിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാത്തിന്റെയും കേസ് വരുമ്പോഴത്തേന് ഓരോന്നിന്റെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടുത്തെ കേസ് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരു രീതിയിൽ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫിൽറ്റർ reduced blurring the smoothing process at the center prism in the weighted highest. Smoothing filter is used for the following. എന്തിനൊക്കെ വേണ്ടിയാണ് സ്മൂത്തിങ് ഫിൽറ്റർ? ഇറ്റ് reduce ഷാർപ്പ് ട്രാൻസിഷൻ ഇൻ എ ഗ്രേ ലെവൽ വാല്യൂസ്. ഇപ്പൊ നിങ്ങൾ അറിയാലോ, തലയോട്ടി അതൊരു നമ്മുടെ ഹെഡിന്റെ ഒക്കെ ഒരു എക്സ്റേ സംഭവങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇറ്റ് റെഡ്യൂസ് ഷാർപ്പ് ട്രാൻസിഷൻസ് ഇൻ എ ഗ്രേ ലെവൽസ്, ഇറ്റ് റെഡ്യൂസസ് നോയിസസ്,
It blurs edges in the side of it. It's helping smoothing false colors. It reduces irrelevant details in an image. Blurring a side effect or smoothing filter is used to pre the applications. Removal of small details from an image prior to object extraction. The intensity small object blend with a background and a larger object become blob-like or easy to detect. Bridging small gaps in lines or curves of the boundaries of the test. Small gaps in boundary can be numerous, result in object smoothing fill up all smaller gaps in help to producing correct result. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഒരു നോയ്സി ആയിട്ടുള്ള ഇമേജ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സ് ആയിട്ടുള്ള സംഭവങ്ങളെയൊക്കെ മാറ്റിയിട്ട് അതിനകത്തുനിന്ന് എഡ്ജസ് തമ്മിലുള്ള ഗ്യാപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ആ രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടാൽ അതിനകത്ത് നിന്നുകൊണ്ടാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ഗ്രേ ലെവൽസ് ഒക്കെ കാണുന്നത്. അപ്പൊ അതിനെല്ലാം കളഞ്ഞ് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്തിരിക്കുന്ന ഒരു ഫിൽറ്ററിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്ലൈ averaging filter to a input image f of xy are given in figure. Produce a output image g of xy. ഇവിടെ സ്മൂത്തിങ് ഫിൽറ്റർ 5, 1, 2, 6, 7. ഇപ്പൊ ഇതിനകത്ത് ഒരു കേസ് എന്ന് പറയുമ്പോഴത്തെ നമ്മൾ അതിനകത്തെ ഒരു ആവറേജ് നമ്മൾ ഓരോന്നിന്റെ അകത്ത് നമ്മളൊരു ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ രീതിയിൽ എടുക്കുന്ന ഒരെണ്ണമാണ് ഇവിടുത്തെ ഒരു കേസ് വരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് പുറകോട്ടൊന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്ന് നോക്കിക്കേ. അപ്പൊ അവിടെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ സ്മൂത്തിങ് ഫിൽറ്റർ റീപ്ലേസ് എവറി പിക്സൽസ് ഓഫ് ദ ഇൻപുട്ട് ഇമേജ് ബൈ ദ ആവറേജ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൊല്യൂഷൻ സ്മൂത്തിങ് ഫിൽറ്റർ റീപ്ലേസ് എവറി പിക്സൽ ഓഫ് ദ ഇൻപുട്ട് ഇമേജ് ബൈ ദ ആവറേജ് ഓഫ് ദ ഗ്രേ ലെവൽസ് ഇൻ ദ നെയ്ബർഹുഡ്. ഇറ്റ് റെഡ്യൂസ് എ ഷാർപ്പ് ട്രാൻസിഷൻ ഇൻ ഗ്രേ ലെവൽസ്. നോട്ട് ദ pixel value 20 in f of x can be changed to a 6 in the output. ഇപ്പൊ 20 എന്നുള്ളത് നമ്മൾ അതിനെ മാറ്റി അതിന്റെ ഔട്ട്പുട്ട് ഇതിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ 6 ആക്കി മാറ്റുകയാണ് അതിന്റെ അത് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്കിവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ഷാർപ്പ് ട്രാൻസിഷൻ ക്യാൻ ബി ഡ്യൂ ടു ഐദർ റാൻഡം നോയ്സ് ഇൻ ദ ഇമേജ് എഡ്ജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ. Smoothing filter reduce the noise, discernible and also blurs edges undesirable in the image f of xy. Pixel value 20 high value as compared to a neighborhood. Neighborhood അത് compared to become 6. Pixel values 1 low values as compared to neighborhood become 4. Where pixel values 7 similar values as compared to a നെയ്ബർഹുഡ് ബിക്കം 6. ഇപ്പം നമ്മൾ എന്താന്ന് വെച്ചാൽ 5ഉം 1ഉം എടുക്കുമ്പോൾ അതിനകത്ത് എന്തായിരിക്കും 5 എടുക്കും. ആ രീതിയിൽ നമ്മൾ അതിന്റെ ഒരു നെയ്ബർഹുഡ് ആയിട്ടുള്ളതിനെ വെച്ച് നമ്മൾ എടുക്കുന്ന ആ ഒരു ഇതാണ് വരുന്നത്. ഇനി അടുത്ത നോൺ ലീനിയർ ഫിൽറ്ററിങ്. നമ്മൾ മുമ്പേ പറഞ്ഞു ലീനിയർ ഫിൽറ്ററിങ് പറഞ്ഞു, നോൺ ലീനിയർ ഫിൽറ്ററിങ് പറഞ്ഞു. സ്മൂത്തിങ് ലീനിയർ ഫിൽറ്റർ ഹാവ് ആൻ ഇമ്പോർട്ടന്റ് ഡിസഡ്വാൻറ്റേജ്. ഇമേജ് such as individual points, edges and lines are blurred.
അതിനകത്ത് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് സ്മൂത്തിങ് ലീനിയർ ഫിൽറ്ററിങ് ഹാവ് ആൻ ഇമ്പോർട്ടന്റ് ഡിസ്അഡ്വാൻറ്റേജ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമേജ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഇൻഡിവിജ്വൽ പോയിന്റ്സ്, എഡ്ജസ് ആൻഡ് ലൈൻസും അതിന്റെ പോയിന്റ്സും എഡ്ജസും ലൈൻസും ബ്ലർഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓവറോൾ ക്വാളിറ്റി ഓഫ് ദ ഇമേജ് റിഡ്യൂസ് ഇൻ സം ആപ്ലിക്കേഷൻ. ദീസ് സൈഡ് എഫക്റ്റ് ആർ നോട്ട് ടോളറേറ്റഡ് വിച്ച് ലിമിറ്റ്സ് ദ യൂസേജ് ഓഫ് ലീനിയർ ഫിൽറ്റേഴ്സ്. അപ്പൊ ലീനിയർ ഫിൽറ്റേഴ്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്മൂത്തിങ് ലീനിയർ ഫിൽറ്റേഴ്സ് അവന് അതിന്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമേജ് സച്ചാസ് ഇൻഡിവിജ്വൽ പോയിന്റ്സ്, എഡ്ജസ് ആയിട്ട് ലൈൻസ് ആർ ബ്ലർഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത അതിൻ്റെ തന്നെയുള്ളതാണ് മീഡിയൻ ഫിൽറ്റേഴ്സ്. മീഡിയൻ ഫിൽറ്റേഴ്സ് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. മീഡിയൻ ഫിൽറ്റേഴ്സ് ആർ എഡ്ജ് പ്രിസർവിംഗ് സ്മൂത്തിങ് ഫിൽറ്റേഴ്സ് വേർ ദ ലെവൽ ഈസ് സെറ്റ് ടു ദ മീഡിയൻ ഓഫ് ദ പിക്സൽ വാല്യൂസ് ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് ദാറ്റ് പിക്സൽ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിസൈൻ എ ഫിൽറ്റർ ദാറ്റ് റിമൂവ്സ് ഓൺലി നോയിസ്. ഇതിനകത്ത് എന്തായിരിക്കും ചെയ്യുന്നത്? ദാറ്റ് റിമൂവ്സ് ഓൺലി നോയിസ് and retains all the important image structures in that, because no filter can discriminate which image content is important to the viewer and which is not. A median filter replaces every image pixel by median of the pixel in the corresponding filter. അപ്പം ഈ മീഡിയൻ ഫിൽറ്റർ എന്നാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മീഡിയൻ ഫിൽറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മീഡിയൻ ഫിൽറ്ററിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ 372,100 അപ്പൊ 958. അപ്പൊ അതിനകത്തൊരു മീഡിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറയാം അതിനകത്ത് സെൻട്രൽ ആയിട്ട് വരുന്ന വാല്യൂസ്. അപ്പൊ നമ്മൾ അതിനെ നിരത്തി ഒരു കോളം ആയിട്ട് നമ്മൾ എഴുതും 372,100,958. അപ്പൊ അടുത്തത് നമ്മൾ അതിനെ എന്തായിരിക്കും ചെയ്യുന്നത്? അതിനെ നമ്മൾ ഒന്നുകൂടെ സോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സെൻട്രൽ ആയിട്ട് വരുന്ന വാല്യൂസിനാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മീഡിയൻ എന്ന് പറഞ്ഞാൽ 0. അപ്പൊ അടുത്തതിനകത്ത് കേസിൽ നമ്മൾ അതിനെ ഒന്ന് കോളം ആയിട്ട് എഴുതി അതിനെ ഒന്ന് സോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് മീഡിയൻ എന്ന് പറഞ്ഞ 3. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയൻ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ദ നമ്പർ ഓഫ് ഫിലമെന്റ്സ് ആർ ഈവൻ 2k, ദ മീഡിയൻ ഓഫ് ദ സോർട്ടഡ് സീക്വൻസ്. അപ്പൊ P0 etc. is defined as the arithmetic of two middle values, then median P0 etc. Median filtering process and generating output image. Median filter is very popular. ഇത് വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മീഡിയൻ ഫിൽറ്റർ. അപ്പം മീഡിയൻ ഫിൽറ്റർ എന്താണെന്ന് മനസ്സിലായി കാണും. നമ്മൾ മീഡിയൻ ഫിൽറ്റർ ചെയ്യാൻ ഒരു മെട്രിക്സ് എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി വരാം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമായിരിക്കും. അപ്പൊ ഒരു മെട്രിക്സ് ഒന്ന് നമ്മൾ അതിനെ അത് കോളം ആയിട്ട് എഴുതുന്നു. ആ കോളം ആയിട്ട് എഴുതുന്നതിന് നമ്മൾ സോർട്ട് ചെയ്യുന്നു. ആ സോർട്ട് ചെയ്തിട്ട് അതിന്റെ സെൻട്രലിൽ വരുന്ന വാല്യൂസ് എടുക്കുന്നു. അത് അങ്ങനെ വരുമ്പോഴത്തേനുമാണ് നമ്മുടെ എന്തായിരിക്കും മീഡിയൻ ഫിൽറ്റർ 0 എന്നുള്ള 3 ആയിട്ട് മാറുന്നു. Median filtering process and generating output image. Median filter is very popular because of impulse noise. It provides excellent noise reduction capabilities. അപ്പൊ ഇതിനകത്ത് അഡ്വാൻറ്റേജസ് ഓർ ഡിസ്അഡ്വാൻറ്റേജസ് ഇതും ചോദിക്കാനാണ്. വാട്ട് ഈസ് മീഡിയൻ ഫിൽറ്റർ? മീഡിയൻ ഫിൽറ്ററിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ആൻ എക്സലന്റ് നോയിസ് റിഡക്ഷൻ കേപ്പബിലിറ്റി. ഇറ്റ് പ്രിസർവ്സ് എഡ്ജസ്. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ലെസ് ബ്ലറിംഗ് than smoothing linear filters. It is very effective in the presence of impulse noise. And the disadvantage is that it performs purely if number of noise of pixels in X. It is greater than and half the number of pixels in the Windows XY. It performs purely in the presence of Gaussian noise. പിന്നെ സ്റ്റെപ്സ് ടു ഇംപ്ലിമെന്റ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ അതിനെ എല്ലാത്തിനെയും കൂടെ ഓരോ റോയും ഓരോ കോളായിട്ട്. ഇപ്പൊ ഇവിടെ കേസിൽ തന്നിരിക്കുന്നതിനാണെങ്കിൽ 3 റോസും 6 കോളംസും ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്നാ ചെയ്യും? 6 പ്രാവശ്യം നമ്മൾ ഇതിനെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നത്? 3 ടൈംസ് 3നെ നമ്മൾ 18, 22, 33, 25, 32, 34 അങ്ങനെ എഴുതുന്നു. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? അതിന്റെ 18, 22, 33, 18, 22, 33
34. അതായത് നമ്മൾ ഇവിടുത്തെ ഒരു കേസിൽ വരുമ്പോൾ 3x3 മാസ്ക്. അവിടെ ശ്രദ്ധിക്കണം, നമ്മളൊരു കമ്പ്യൂട്ട് ദ മീഡിയൻ വാല്യൂ ഓഫ് ദ മാർക്കഡ് പിക്സൽസ് ഷോൺ ബിലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ യൂസിങ് 3x3 മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നിരിക്കുന്നത് 3 റോസും 6 കോളംസും ഉള്ള മെട്രിക്സ് ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 3x3 മാസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനകത്ത് 3x3 ആ ഒരു മെട്രിക്സിനകത്ത് 3x3 മാത്രമേ നോക്കാവുള്ളൂ. ആ 3x3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 18, 22, 33, 34, 128, 24, 22, 19, 32. അപ്പൊ നമ്മൾ ആ ഒരു ഇതുണ്ടോ, ഈ ഒരു ഇതാണ് നമ്മൾ എടുക്കുന്നത്. 18, 22, 30 എല്ലാം എടുക്കുകയല്ല. നമ്മൾ 3x3 മാസ്ക് എന്ന് പറയുമ്പോൾ ഇവിടം വരെ മാത്രമേ എടുക്കുള്ളൂ. ഈ ഒരു റോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഈ ഒരു റോസും മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് 18, 22, 23 എന്നുള്ള റോസ്, അതിന്റെ താഴത്തെ റോസ് എടുക്കും. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യും, അതുപോലെ നിരത്തി അങ്ങോട്ട് എഴുതാം. 18, 22, 33, 34. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒന്ന് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സെൻട്രി വരുന്ന വാല്യൂസ് നമ്മൾ ഇങ്ങോട്ട് പെറുക്കിയെടുത്ത് വെക്കും. 24. ഇനി അടുത്തത് ഏതൊക്കെ ആയിരിക്കും വരുന്നത്, നമ്മൾ അടുത്ത 3x3 മാസ്ക് എടുക്കും. അപ്പൊ അവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 ഇങ്ങനെ എടുക്കും. 22, 33, 25, 128, 24. ആദ്യത്തെ ആ കോളം അങ്ങ് കളയും. 128, 24, 172, 19, 32, 11. അപ്പൊ അതിനെ അതുപോലെ തന്നെ എഴുതി അതിന്റെ അകത്തൊരു വാല്യൂ എഴുതാം. ഇനി അടുത്ത എടുക്കുന്ന ഏതൊക്കെ ആയിരിക്കും പറയാമോ? 33, 25, 32, 24, 172, 26, 32, 31, 28. അങ്ങനെ എടുത്തുന്നത് അടുത്തത് 25. അപ്പൊ ആ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഒരു മെട്രിക്സിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് എഴുതിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു കോളമായിട്ട് തന്നെ 37. ഇപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് 37. അതിന് എന്നിട്ട് നമ്മൾ ഇങ്ങനെ മീഡിയം കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ മിനിമം മാക്സിമം എന്നുള്ള ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. ആ ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. റിമൂവ്സ് ദ നോയിസ് while dots because any large gray levels in 3x filter region is replaced by the surrounding pixels with the smallest values as a side effect. Minimum filter introduces dark structures in the image. Reverse effect is expected from a match. It removes a pepper noise, black dots with the small gray level values because any black dot within a 3x3 filter region is replaced one of the surrounding pixel with the largest values and brighten എന്തിരിക്കുന്നത്. അപ്പം അതിന്റെ പ്രോസസ് മിനിമൈസ് ഫിൽറ്റർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. മിനിമൈസ് ഫിൽറ്ററിങ് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് എന്തായിരിക്കും, ഒരു ഫിൽറ്റർ ഇത് വരുന്നത് f(x, y) തന്നിട്ടുണ്ട് 272. അപ്പൊ നമ്മൾ ആ 272 എഴുതുന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് മിനിമം എത്രയാണ് മാക്സിമം എത്രയാണെന്ന് നോക്കും. മിനിമം എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നത് 0, മാക്സിമം എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നത് 9. അപ്പൊ നമ്മൾ അതിനെ ചെയ്യുന്നു. അപ്പൊ അടുത്തത് ഫോർ ദ ഇമേജ് സെക്കൻഡ് എപ്പോസൈ ഗിവൺ ബിലോ. അപ്പോളെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്മൂത്തനിങ് ഫിൽറ്റർ, വെയിറ്റ് ആൻഡ് ആവറേജ് ഫിൽറ്റർ കണ്ടുപിടിക്കാൻ, മീഡിയൻ ഫിൽറ്റർ കാണിക്കാൻ, മിനിമാക്സ്, മാക്സിമം ഫിൽറ്റർ. അപ്പം അത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇമേജ് ഷാർപ്പനിങ്. ഇമേജ് ഷാർപ്പനിങ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഇമേജ് സ്മൂത്തിങ്. ഇമേജ് സ്മൂത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്തിരുന്നത്, അവിടുത്തെ ഇതിനെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സെൻസിനെല്ലാം അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനെ അത് ചെയ്യുന്നു. ദിസ് ഈസ് ഡൺ ടു ഹൈലൈറ്റ് ഫൈൻ ഡീറ്റെയിൽസ് ആൻഡ് എഡ്ജസ് ഇൻ ആൻ ഇമേജ്. ഷാർപ്പിംഗ് അല്ലാതെ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും മറ്റേ സ്മൂത്തനിങ് അകത്ത് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാണാൻ പറ്റാത്തതിനെയൊക്കെ നമുക്ക് ആവുന്ന രീതിയിൽ നല്ല ബ്രൈറ്റ് ആക്കി എടുക്കുന്നു. ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹൈലൈറ്റ് ഫൈൻ ഡീറ്റെയിൽസ് ആൻഡ് എഡ്ജസ് ഇൻ ആൻ ഇമേജ്, അതിനാണ് ഷാർപ്പനിങ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഇമേജ് ഷാർപ്പനിങ് ആർ ഔട്ട്ലൈൻ object boundaries in industrial applications. Identify tumor boundaries or a bond structures in a medical imaging. ഇപ്പൊ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ട്യൂമറിന്റെ ബൗണ്ടറീസ് എങ്ങനെയുണ്ടായിരിക്കും, ട്യൂമറിന്റെ സൈസ് എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ തന്നെ, ബോൺ സ്ട്രക്ചറിന്റെ മെഡിക്കൽ, ഇങ്ങനത്തെ ഒരു കേസിലാണ് സ്മൂത്തിങ് സംഭവം ഉപയോഗിക്കുന്നത്. സ്മൂത്തിങ് by pixel averaging, which is analogous to integration. Image sharpening is just the reverse process.
and is achieved by a differentiation. Their derivative operation enhance the degree of. ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജ് മുമ്പത്തേതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ്. ഇപ്പൊ അഡ്വാൻറ്റേജ് edges and other noise image. It de-emphasizes areas with the slowly varying grain values background in an image. First order derivative of a one-dimensional signal x is defined as x is എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ അടുത്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫിൽറ്റേഴ്സ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ. ആൻഡ് എഡ്ജസ് ഓഫ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു റീജിയൻ വിത്ത് ഡിസ്റ്റിന്റ് ഗ്രേഡ് ലെവൽ പ്രോപ്പർട്ടീസ്. എഡ്ജസ് ഇൻ ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു റീജിയൻസ് വിത്ത് distinct gray level properties. Derivatives operation are used for a most edge detection techniques. The magnitudes of the first derivative calculated with a neighborhood around the pixels of interest is used to detect the presence of edges in an image. ശ്രുതി മനസ്സിലാവുന്നുണ്ടോ? ശ്രുതി മനസ്സിലാവുന്നുണ്ടോ? ശ്രുതി മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ശ്രുതിയുടെ വീട് എവിടെയായിരുന്നു? മണിമല. മണിമല, കാഞ്ഞിരപ്പള്ളി മണിമല. ഓക്കെ. ശ്രുതി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല മിസ്സേ. ഓക്കെ. ഇപ്പം നിലവിൽ BCA കഴിഞ്ഞായിരുന്നോ? ഇല്ല, കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞായിരുന്നു. 2 വർഷം കഴിഞ്ഞു. ഗ്യാപ്പ് ഉണ്ട് സംഭവം. ഓക്കെ. അപ്പത്തേക്കും ഇത് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിക്ക് ആവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പം ശ്രുതി ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. അറിയാലോ, MCA IGNOU എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ടഫാണ്. പക്ഷെ നമ്മൾ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് കൺട്രീസിൽ പോയാലും നമുക്ക് വാല്യൂ ഉള്ളൊരു സാധനമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് കിട്ടട്ടെ എന്ന് കരുതി മാത്രം ഇതിനകത്തുനിന്ന് മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചല്ലോ. അപ്പം ഇത് ഇത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഞാൻ നിങ്ങളോട് വരും എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം മാത്രമേ നോക്കിയുള്ളൂ. അതുകൊണ്ടാണ് ആ മീഡിയൻ ഫിൽറ്റർ, മിനിമാക്സ്, ആവറേജ് ഫിൽറ്റർ ഇതൊക്കെ വളരെ എല്ലാ പ്രാവശ്യവും തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് മനസ്സിലായോ, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ശരി, നമുക്ക് ഇതിലേക്ക് പോകാം. ഇതുവരെയുള്ള പേപ്പർ എല്ലാം ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രേഡിയന്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ആൻഡ് എഡ്ജസ് ഓഫ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു റീജിയൻ വിത്ത് എ ഡിസ്റ്റന്റ് grade level properties. Derivative operations are used for the most edge detection techniques. The magnitudes of the first derivative calculated within the neighborhood around the pixels of interest is used to detect the presence of edges in an image. അപ്പൊ നമുക്കറിയാം അതിന്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അതൊരു കേസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബൗണ്ടറീസ് മാത്രം കട്ട് ചെയ്ത് എടുക്കുന്ന അതിനാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്ത റോബർട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കൺസിഡർ പിക്സൽ ഓഫ് ഇൻട്രസ്റ്റ് എക്സ് ഓഫ് എക്സ് ഇസക്കൽ ഡിസൻ ആൻഡ് റെക്ടാംഗുലർ നെയ്ബർഹുഡ് സൈസ് 3x3 ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത 2 എണ്ണം വെച്ചുള്ള ഒരു റോബോട്ട് ഓപ്പറേറ്റർ നോക്കുമ്പോൾ തൊട്ടടുത്തുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, ഒന്നും അതിന്റെ അടുത്തുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് 1 0 -1 0 1 -1 0 0.
അപ്പൊ അതിന്റെ അത് വന്നിരിക്കുന്നുണ്ടോ 1 0 0 -1. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ ഇത് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രിവറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ പ്രിവറ്റ് operator, the edge values of f of xy is calculated by taking the difference. അപ്പൊ അവിടുത്തെ ഒരു കേസ് s plus 1 by y and x minus ഒന്നിനകത്ത് നമ്മൾ +1 ആണ് എടുക്കുന്നെങ്കിൽ മറ്റേതിനകത്ത് നമ്മൾ -1 ആയിരിക്കും. To make sure the difference is not coming from two arbitrary points, 3 pairs of points are taken together to result in a one value. അതാണ് ഇവിടുത്തെ കാണിച്ചിരിക്കുന്നത്. ഒന്നിനകത്ത് നമ്മൾ f of x plus 1 1 y എടുക്കുമ്പോൾ മറ്റേതിന്റെ അകത്ത് വരുമ്പോൾ x -1 y. അപ്പൊ ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് above mask in figure 13 can be used to identify the presence of vertical edges in the following image. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് സോബൽ ഓപ്പറേറ്റർ. അനദർ അതിന്റെ സോബൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അനദർ ഷാർപ്പറിംഗ് ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ ഈസ് ദ സോബൽ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ പ്രിവറ്റ് ഫിൽറ്റർ. അതിനകത്തുനിന്ന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇൻസൈഡ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ പിക്സൽസ് ആർ ഗിവൺ ഹയർ വെയിറ്റ് കമ്പയർഡ് ടു ദ അതർ ടു പെയർസ് ഓഫ് ദ പിക്സൽസ്. ഇതിനകത്ത് ഒരു വ്യത്യാസം, ഇൻ ദ മിഡിൽ പെയർ ഓഫ് പിക്സൽസ് ആർ ഗിവൺ ഹയർ ആയിരിക്കും. മിഡിൽ പാർട്ടിൽ വരുന്ന വാല്യൂസ് ഹയർ ആയിരിക്കും, ഹയർ വെയിറ്റ് കമ്പയർഡ് ടു അതർ ടു പെയർ ഓഫ് പിക്സൽസ്. അടുത്ത് നമ്മളുള്ളതിനെ കഴിഞ്ഞ് അതിന്റെ വാല്യൂസ് ഹയർ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് ഫിറ്റേഴ്സ് ആർ ഓൾസോ കോൾഡ് എഡ്ജ് ഫിറ്റേഴ്സ്. അപ്പൊ അതിന്റെയും ഒരു ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ സോബൽ ഓപ്പറേറ്റർ ആൻഡ് പ്രിവറ്റ് ഓപ്പറേറ്റർ ആർ സിമിലർ ടു ഈച്ച് അതർ. സോബൽ ഓപ്പറേറ്റർ ആൾസോ യൂസ്ഡ് ടു ഡിറ്റക്ട് two kinds of edges in an image. അപ്പൊ സോബർ ഓപ്പറേറ്ററിനും പ്രിവറ്റ് ഇതെല്ലാം മെയിൻ ആയിട്ട് എന്തായിരിക്കും, ഒരു പിക്ചറിന്റെ എഡ്ജസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു വെച്ചാല് ലാപ്ലിക്കൻ ഓപ്പറേറ്റർ. For a 2D function f of x, the gradient first derivative നമ്മൾ ആദ്യം പഠിച്ച ആ ഇക്വേഷൻസ് തന്നെയാണ്. ലാപ്ലിക്കൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് എ rotation variant and a linear operators and it is identified as. അപ്പം ഇവിടെ ഒരു ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻസ് അത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനകത്തൊക്കെ വരുന്നത് നിങ്ങളുടെ മാത്സിന്റെ ഇതുമാണ്. കാരണം അത് പറയാനുള്ള ഒരു ടൈം നമുക്കില്ല. അപ്പൊ ആ രീതിയിൽ വരുന്ന ഇതാണ്. അപ്പൊ ആ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഇത് അങ്ങനെ അധികം ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവം മാത്രമാണ് വരുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും. ഇതുണ്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ എഡ്ജസ് മാത്രം ഫിൽട്ടർ ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ളതാണ് ഈ ഒരു ഇത് വരുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോഗ്രാം പ്രോസസ്സിങ്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ നമ്മൾ പറഞ്ഞത്, പറയാൻ പറ്റുമോ? ഹിസ്റ്റോഗ്രാം എന്താന്നാ പറഞ്ഞത്? ഹിസ്റ്റോഗ്രാം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞായിരുന്നു ഹിസ്റ്റോഗ്രാം എന്താണെന്ന്. സ്റ്റോക്ക് മാർക്കറ്റിംഗിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹിസ്റ്റോഗ്രാം ഓഫ് ആൻ ഇമേജ് റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ടൈംസ് എ പർട്ടിക്കുലർ ഗ്രേഡ് ലെവൽ വാല്യൂസ് occurred in an image. It is a graph in which the x-axis represent the grade levels and y-axis represent the number of pixels of each grade level. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഹിസ്റ്റോഗ്രാം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഹിസ്റ്റോഗ്രാംസ് ഓഫ് ആൻ ഇമേജ് represent the number of times a particular grade level values has occurred in an image. It is a graph in which the x-axis represent the grade levels and the y-axis represent number of pixels for the each grade level. അപ്പൊ histograms are the image is made of ഇവിടെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. h of rk equal to nk, where rk equal to kth grade level of kth level nk, number of pixels with the grade level rk and k takes on the values. ഇവിടെ അതിന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇത് നമുക്ക് ശരിക്കും കറക്റ്റ് ബ്ലാക്ക് ആയിട്ട് വന്നിരിക്കുന്നതിന് നമ്മൾ എന്തായിരിക്കും വാല്യൂസ് കൊടുത്തിരിക്കുന്നത്, എത്ര ഓരോന്നിനും
ഓരോന്നും ഓരോ പിക്സിലാണ്. അപ്പൊ ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഫോർത്ത് കോളംസും 3 റോസും ഉള്ളതാണ്. അപ്പൊ നമ്മൾ ആ ബ്ലാക്ക് വന്നിരിക്കുന്നതിന് എല്ലാത്തിനും 0 എന്ന് വാല്യൂസ് കൊടുത്തിരിക്കുന്നു. പിന്നെ അതിന്റെ ഡാർക്ക്നെസ് കൂടുന്നതനുസരിച്ച് 1, 2, 3. അടുത്തതെന്ന് പറഞ്ഞാൽ 0. അടുത്തതിന്റെ ഒരു ഡാർക്ക്നെസ് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ടെണ്ണത്തിന്റെ വാല്യൂസ് ആണ് ഏകദേശം ഇരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ 2 എന്ന് കൊടുത്തു. അടുത്തെന്ന് പറഞ്ഞാല് 4, ഈ രണ്ടെണ്ണത്തിന്റെ വാല്യൂസ് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫുൾ വൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ 6 എന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, എ ടേബിൾ ഈസ് ജനറേറ്റഡ് വിത്ത് RK ആൻഡ് RK വേർ RK കണ്ടെയ്ൻസ് ഓൾ ദ പോസിബിൾ ഗ്രേ ലെവൽ വാല്യൂസ് 0 to 6 വരെ വരാവുന്നവരെ. NK കൺസിഡർ ദ നമ്പർ ഓഫ് ടൈംസ് ഗ്രേ ലെവൽ വാല്യൂസിന്റെ has occurred 6 times, 1 has occurred 1 time. The histogram. അപ്പൊ നമ്മൾ അതിന്റെ എക്സ് വാല്യൂസും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വൈ വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള ഒരു ഹിസ്റ്റോഗ്രാം. അപ്പം ഇവിടുത്തെ ഒരു കേസില് 0, 1, 2, 3, 4, 5, 6. അപ്പം 0ക്ക് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഒരു കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ആണ്. അപ്പം 1ന് വരുന്നത് 1, 2ന് വരുന്നത് 2, 3ക്ക് വരുന്നത് 1. അപ്പൊ ആ രീതിയിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് 0 to RKയുടെ വാല്യൂസ് വന്നിട്ടുണ്ട്, NKയുടെ വാല്യൂസ് വന്നിരിക്കുന്നത്. അപ്പൊ 0ക്ക് വരുന്നത് 6. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് റെഫറൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരു 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് വരച്ചിട്ടുള്ളതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും, അപ്പൊ ഇതിന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. നോർമലൈസ്ഡ് ഹിസ്റ്റോഗ്രാം ഈസ് obtained by dividing the frequency of the occurrence of each gray level RK the total number of pixels in an image. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നോർമലൈസ്ഡ് ഹിസ്റ്റോഗ്രാം ഓഫ് ആൻ ഇമേജ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോണം. ഇനി ഹിസ്റ്റോഗ്രാംസ് ഗിവൻ an instant about the contrast in an image. It tells us difference between average gray level of an object and that of the surroundings. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ആണ് ഇത് പറയാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിന്റെ അത് കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിലെ വാല്യൂസ് എങ്ങനെ ഹൈ ആയിട്ട് പോകുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂസ് ഇങ്ങനെ റേഞ്ച് ഇങ്ങനെ ഹൈ ആയിട്ട് കാണിക്കും, അത് താഴോട്ട് വരുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഹിസ്റ്റോഗ്രാമിന്റെ ഇത് വന്നിട്ടുണ്ട്, ഇത് കണ്ടോ ഇവിടെ ഇതിന്റെ ഒരു ഹിസ്റ്റോഗ്രാം എങ്ങനെയായിരിക്കും, ഈ ഒരു ഇമേജിന്റെ ഹിസ്റ്റോഗ്രാം എങ്ങനെയായിരിക്കും, ഈ ഒരു ഇമേജിന്റെ ഹിസ്റ്റോഗ്രാം എങ്ങനെയായിരിക്കും, ഈ ഇമേജിന്റെ ഹിസ്റ്റോഗ്രാം. അപ്പൊ നമുക്കറിയാം ഇത് കൂടുതൽ ഇത് കണ്ടോ ഹിസ്റ്റോഗ്രാം നല്ല നീളത്തില് വളരെ കറക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് അത് നല്ല പിക്ചർ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ആയിട്ട് കാണാം. അപ്പൊ ഇതിനകത്ത് കണ്ടോ ഹിസ്റ്റോഗ്രാം വളരെ അടുത്ത് നീങ്ങിയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ അത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അണ്ടർ എക്സ്പോസ്ഡ് ഇമേജ് ഹിസ്റ്റോഗ്രാം, പിന്നെ ഓവർ എക്സ്പോസ്ഡ് ഇമേജ് ആയിരിക്കും അതിന്റെ ഹിസ്റ്റോഗ്രാം ആയിരിക്കും. ലോ കോൺട്രാസ്റ്റ് ഇമേജ് എന്തായിരിക്കും ഹൈ കോൺട്രാസ്റ്റ് ആയിരിക്കുമ്പോൾ എന്തായിരിക്കും ഹിസ്റ്റോഗ്രാം. അപ്പം അതിന്റെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ബേസ്ഡ് ഓൺ ദ വി ക്യാൻ കാറ്റഗറൈസ് ഏതൊക്കെ രീതി അനുസരിച്ചാണ് ഇതിനെ കാറ്റഗറൈസ്. അണ്ടർ എക്സ്പോസ്ഡ് ഇമേജ്, ഓവർ എക്സ്പോസ്ഡ് ഇമേജ്, ലോ കോൺട്രാസ്റ്റ് ഇമേജ്, ഹൈ കോൺട്രാസ്റ്റ്. അപ്പൊ ഞാനത് പറയുന്നില്ല, ഇവിടെ നിങ്ങൾ ആ പിക്ചർ വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അണ്ടർ എക്സ്പോസ്ഡ് ഇമേജിനകത്ത് ഹിസ്റ്റോഗ്രാം എങ്ങനെയായിരിക്കും, ഓവർ എക്സ്പോസ്ഡ് ഇമേജിനകത്ത് ഹിസ്റ്റോഗ്രാം എങ്ങനെയായിരിക്കും, പിന്നെ ലോ പാസ് ഇതിനകത്ത് ഹിസ്റ്റോഗ്രാം എങ്ങനെയായിരിക്കും, ഹൈ കോൺട്രാസ്റ്റ് ഇമേജിന്റെ എങ്ങനെയായിരിക്കും. ഇനി അത് ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ എന്നുള്ളതാണ് അടുത്ത് വന്നിരിക്കുന്നത്. ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് വാട്ട് ഈസ് എ ഹിസ്റ്റോഗ്രാം, പിന്നെ അതിന്റെ ഈ ഒരു സംഭവമാണ് മെയിൻ ആയിട്ടും ചോദിക്കുന്നത്. വാട്ട് ഈസ് എ ഹിസ്റ്റോഗ്രാം, പിന്നെ ഹിസ്റ്റോഗ്രാം എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് ഇമേജിനെ ബേസ് ചെയ്ത്. വി ക്യാൻ കാറ്റഗറൈസ് ഇമേജ് ഇൻ ദ 4 കാറ്റഗറീസ് ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഈ ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ, അതായത് ഹിസ്റ്റോഗ്രാം ഓഫ് പ്യൂർ ക്വാളിറ്റി ഇമേജ് വുഡ് ഷോ പ്രസൻസ് ഓൺലി ഫ്യൂ ഗ്രേ ലെവൽ വാല്യൂസ് വൈൽ മോസ്റ്റ് വുഡ് ബി മിസ്സിങ്. നമ്മൾ അവിടെ കണ്ടായിരുന്നു ആദ്യത്തെ ഇതിന്റെ അകത്ത് നമ്മുടെ ഹിസ്റ്റോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറെ എല്ലാം മിസ്സിംഗ് ആയിരിക്കും, കാരണം അതിന്റെ അകത്ത് ലോ ക്വാളിറ്റി ആയിരിക്കും ഇരിക്കുന്നത്. ദ നമ്പർ ഓഫ് പിക്സൽസ് ഓഫ് വേരിയസ് ഗ്രേ ലെവൽസ് vary widely. Histogram equalization is the point operation that maps in input image into a new output image such that there are almost equal number of pixels at each gray level in output. Thus, it can be used for a contrast enhancement. അപ്പൊ ഇവിടെ അതിനൊരു ഗോൾ തന്നിട്ടുണ്ട്, നമുക്കിപ്പോ ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നു. അപ്പൊ അതിന്റെ ഈക്വലൈസേഷൻ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോഗ്രാമുമാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടിരിക്കുന്നത്
ഒരു ഒരു ഫങ്ഷൻസ് ഇതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അതിൻ്റെ അകത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ടോ മൾട്ടിപ്പിൾ വാല്യൂസ് വരുന്നു. ആ ഒരു റേഞ്ച് രീതിയിൽ കാണിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇതാണ് മെയിൻ ആയിട്ടും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ലോ കോൺട്രാസ്റ്റ് ഇമേജിനകത്ത് ഹിസ്റ്റോഗ്രാം ഈക്വലൈസ്ഡ് ഇമേജിന്റെ ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള ഒരു ഡിഫറൻസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യം മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഹിസ്റ്റോഗ്രാം സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. We shall begin with the definition of the histogram specification. Definition of histogram specification is the point operation that map input image f of xy into an output image of xy. അപ്പൊ നമുക്കിവിടെ ഒരു ഇത് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഒരു ഇതാണ് തന്നിരിക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഇൻപുട്ട് ആണെങ്കിൽ നമ്മൾ അതിന് എങ്ങനെയായിരിക്കും ഏത് ഔട്ട്പുട്ടിലേക്കായിരിക്കും വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഹിസ്റ്റോഗ്രാം സ്പെസിഫിക്കേഷൻ അത് ഓരോ ലെവലിലും എങ്ങനെയായിരിക്കും പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരു ഇത് അതിൻ്റെ അത് മെയിൻ ആയിട്ട് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. മീൻ ഫിൽറ്റർ എന്താണ് എന്നുള്ളത് ചോദിക്കാം. മിൻ ഫിൽറ്റർ, മാക്സ് ഫിൽറ്റർ, വാട്ട് ഈസ് ദ ഹിസ്റ്റോഗ്രാം, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത്. വാട്ട് ഈസ് ദ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് മനസ്സിലായത് എന്താണെന്ന് പറയാവോ? ഫിൽറ്ററിംഗ് എന്നുള്ള ചാപ്റ്ററിന്റെ അകത്ത് ശ്രുതിക്ക് മനസ്സിലായ കാര്യം ഒന്ന് പറയാവോ? ശ്രുതിക്കൊന്നും മനസ്സിലായില്ലേ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇമേജ് ട്രാൻസ്ഫോർമേഷൻ ഫ്രീക്വൻസി. കേൾക്കാമല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അടുത്തെന്ന് പറഞ്ഞാൽ ഇമേജ് ട്രാൻസ്ഫർമേഷൻ ഇൻ എ ഫ്രീക്വൻസി ഡൊമൈൻ. അതിൻ്റെ അത് ഇമേജ് ട്രാൻസ്ഫർമേഷൻ ഇൻ എ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഇമേജ് ട്രാൻസ്ഫർമേഷൻ ക്യാൻ ബി ഡൺ ഇൻ ബോത്ത് സ്പാഷ്യൽ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ. ഇമേജിനെ നമുക്ക് രണ്ട് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ സ്പാഷ്യൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈൻ. ഇൻ ദ സ്പാഷ്യൽ ഡൊമൈൻ image transformation is carried out. Image transformation can be done in both the spatial and the frequency domain. In the spatial domain, image transformation is carried out by carrying the values of the pixels based on the certain constraints. In spatial domain, image transformation is carried out by changing the values of the pixel based on a certain constraints വെച്ചിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. These transformation can be change the brightness and the clarity of the images. അതായത് ഈ ട്രാൻസ്ഫർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക്
ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, എനിക്ക് നെറ്റ്വർക്കിന് പ്രശ്നമില്ല, എന്റെ നെറ്റ്വർക്ക് ഓക്കെയാണ്. ശ്രുതിയുടെ അവിടുത്തെ പ്രശ്നമാണോ? ടൈപ്പ് ചെയ്ത് പറയാവോ? എനിക്കിന്ന് നെറ്റ്വർക്കിന് യാതൊരു ഇഷ്യൂസും ഇല്ല, അതാണ് പ്രശ്നം. ഓക്കെ, ശ്രുതി ഇരിക്കുക, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ക്ലാസ് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കിത് റെക്കോർഡിംഗ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കാം. ശ്രുതി ശ്രദ്ധിക്കും കേട്ടോ. അതായിരിക്കും ശ്രുതിക്ക്, എനിക്ക് ഞാൻ പറയുമ്പോഴാണെങ്കിലും ശ്രുതിക്ക് ഇതിലേക്ക് എത്തുന്നത് കുറെ കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, spatial domain image transformation is carried out by changing the values of pixels based on certain constraint. This transformation can change the brightness and the clarity of the image. We shall focus on transformation in the frequency domain. If we call at the point that an image is also a 2D signal, and the transformation that can be applied on a signal can also be applied on any image. The transformation in the frequency domain provide information on the frequency content of the image. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു മെയിൻ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇതിനെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കും ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നത്. The transformation is applied to represent the information in the image more compact form, thereby making it computationally easier to store and transmit the image. The transformation may also help in separating the noise and salient information present in the image. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർമേഷൻ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം DFT. വി ഷാൽ കണ്ടിന്യൂ അവർ ഡിസ്കഷൻ. അതായത് അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്നുണ്ട്, നമുക്ക് അടുത്തൊരു കേസിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫർമേഷൻ. Subsequently, discrete wavelet transformation will be discussed in a 5.0. Therefore, in this session, Harrer transformation will be discussed. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് ട്രാൻസ്ഫർമേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം, ഫൈൻഡ് ദ ഹാറർ ട്രാൻസ്ഫോം. അപ്പം ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫേഴ്സ് ആൻ ഇമേജ് ഫ്രം ദ സ്പാഷ്യൽ ഡൊമൈൻ ടു ദ ഫ്രീക്വൻസി ഡൊമൈൻ. സ്പാഷ്യൽ ഡൊമൈനിൽ നിന്ന് ഒരു ഫ്രീക്വൻസി, സ്പാഷ്യൽ ആയിട്ടുള്ള ഒരു ഡൊമൈനിൽ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ എ ഇമേജ് പ്രോസസിംഗ് വിച്ച് enables us to decompose on an image into a സൈൻ ആൻഡ് കൊസൈൻ കമ്പോണൻസ്. അപ്പം ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന ഏതെങ്കിലും വാല്യൂസ് ഇമേജിനെ നമ്മൾ സൈൻ ആൻഡ് കൊസൈൻ കമ്പോണൻസ് ആയിട്ട് നമ്മൾ അതിനെ ഡീകമ്പോസ് ചെയ്യണം. ദ ഔട്ട്പുട്ട് ഇമേജ് ആഫ്റ്റർ അപ്ലൈ ദ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് റെപ്രസെന്റഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ collection of sine and cosine waves of different frequencies. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ജനറൽ ഫോംസും തന്നിട്ടുണ്ട്. T of UH is called the forward. അതിന്റെ ഒരു ഇക്വേഷൻ എന്താണ്? ഫോർവേഡ് kernel of transformation and G of U is transformed image. അപ്പൊ ആ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ അതാണ് നമ്മളോട് ചോദിക്കുന്ന ആ ഇക്വേഷൻസ് ഇവിടെ ഒന്ന് കാണിച്ചു വെക്കാം, പഠിച്ചു വെക്കുക, അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അത് ഒന്ന് പഠിക്കുക. DFT is a separable symmetric and അതായത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സെപ്പറബിൾ ആയിരിക്കും, സിമ്മട്രി ആയിരിക്കും, യൂണിറ്ററി ആയിരിക്കും. ഇൻ കേസ് ഓഫ് square image, many time in the image processing we work with the square image. Additionally, in the image size is the power of 2. Then DFT implementations becomes very easy. Computational complexity can be reduced by efficient algorithms such as FFT.
FFT എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞു, അതായത് 3-4 രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തേതാണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം, DFT. DCT എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം. നമ്മളൊരു ഇമേജസിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. ഒന്ന് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഫൈനലായിട്ടാണ് ഹറർ ട്രാൻസ്ഫോം എന്നുള്ള ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഡിസ്ക്രീറ്റ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ ഒരു ഇത് മാത്രം ഓർത്തിരിക്കുക. എന്നിട്ട് അതിനകത്ത് ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ പ്രോപ്പർട്ടീസ് കൂടെ ഓർത്തിരിക്കുക. പിന്നെ 2D DFT അത് എന്തായിരിക്കും എന്നുള്ളതാണ്. സെപ്പറബിൾ ആയിരിക്കും, സിമ്മട്രി ആയിരിക്കും, യൂണിറ്ററി ആയിരിക്കും. In case of square images, M equal to N. Many time in image processing work with a square image. Additionally, if the image size is power of 2, then DFT implementation become easy. Computational complexity can be reduced by a algorithm such as FFT. The representation of intensity as a function of frequency is called a spectrum. Otherwise, spectrum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ representation of intensity ആസ് എ ഫങ്ഷൻ ഓഫ് ഫ്രീക്വൻസി. നമ്മളിവിടെ പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ഇമേജസിനെ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് റെപ്രസെന്റേഷൻ ഓഫ് ഇന്റൻസിറ്റി ആസ് എ ഫങ്ഷൻ ഓഫ് frequency is called as spectrum. In the Fourier domain image, each point to a particular frequency contains the spatial domain image. The coordinate of Fourier spectrum are the spatial frequencies. The spatial position information of an image is encoded as a difference between the coefficients of real and imaginary parts. The difference is called a phase angle. ആ ഒരു അത് തമ്മിലുള്ള ആ ഡിഫറൻസിനാണ് നമ്മളിവിടെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് DFTക്കകത്തും മെയിനായിട്ട് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിയിരിക്കുക. നമ്മൾ മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്പറബിലിറ്റി, സിമ്മട്രി, പീരിയോഡിസിറ്റി, കൺജക്റ്റീവ് സിമ്മട്രി എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷൻസ് കൂടെ നിങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം ഏതെങ്കിലും ഒരു സിഗ്നൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും അതിനെ ഗിവൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ മാക്സിമം എൻലാർജ് ചെയ്ത് അതിനെ ഫ്രീക്വൻസീസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഇതാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും ആ ഫ്രീക്വൻസിയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ് തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തൊരു കേസിൽ റൊട്ടേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ എൻലാർജ് ചെയ്ത് വളരെ വിഷ്വൽ ആയിട്ടിരിക്കുന്ന സാധനത്തിന് നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു കേസ് കൂടിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ടോ, ഒറിജിനൽ ഇമേജ്, ഒറിജിനൽ DFT ഇമേജ് ട്രാൻസ്ലേറ്റഡ് ആസ് എ DFT ഇമേജ്, എങ്ങനെയായിരിക്കും അതിനെ ട്രാൻസ്ലേറ്റഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു പിക്ചർ തന്നിട്ടുണ്ട്, ഒറിജിനൽ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ അതിനെ DFT ഇമേജ് ആയിട്ട് ഫ്രീക്വൻസീസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഇത് വരുന്നത്. അപ്പൊ അതിന്റെ ആഫ്റ്റർ ലോങ് ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ആഫ്റ്റർ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം. ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം DCT is a family of unitary transformations. ഇവിടുത്തെ മറ്റേന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രീക്വൻസി ട്രാൻസ്ഫർമേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ് യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ ദാറ്റ് ട്രാൻസ്ഫോംസ് ദ റിയൽ വാല്യൂസ് ഓഫ് ഇൻപുട്ട് ഇമേജ് ടു അനദർ സെറ്റ് ഓഫ് റിയൽ വാല്യൂസ്. അതായത് ഇൻപുട്ട് റിയൽ ആയിട്ടുള്ള ഇൻപുട്ട് വാല്യൂസിനെ അനദർ സെറ്റ് ഓഫ് ആയിട്ടുള്ള ഒരു റിയൽ വാല്യൂസ് ആക്കി മാറ്റുന്നതിനാണ് DFT എന്ന് പറയുന്നത്. അൺലൈക്ക് ദ DFT that is a complex, DCT is a real transform because it projects a signal onto a real cosine waves. അപ്പം അതിന്റെ ഒരു ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും അതിന്റെ ഓരോന്നിന്റെയും ഒരു ട്രാൻസ്ഫർമേഷൻ എന്നുള്ളതാണ്. അപ്പം U ഈക്വൽ ടു ഇപ്പം ഇവിടെ തന്നിട്ടുണ്ട് U ഈക്വൽ ടു 0 ആയിരിക്കുമ്പോ ഇതായിരിക്കും, U ഈക്വൽ ടു 1 ആയിരിക്കുമ്പോ എങ്ങനെയായിരിക്കും അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, U ഈക്വൽ ടു 2 ആയിരിക്കുമ്പോ അതിന്റെ വാല്യൂസ് എന്തായിരിക്കും, U ഈക്വൽ ടു 3 ആയിരിക്കും എന്തായിരിക്കും എന്നുള്ളതാണ് അവിടെ കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ലെന എന്ന് പറഞ്ഞതിന്റെ ഒരു പിക്ചറാണ്. ആ പിക്ചറിന്റെ നമ്മൾ ആ ഒരു ട്രാൻസ്ഫോം ചെയ്യുമ്പം എന്തായിരിക്കും അതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഫ്രീക്വൻസി അനുസരിച്ച് നമുക്ക് ആ പിക്ചർ ആയിരിക്കില്ല, അതിന്റെ ഒരു ഫ്രീക്വൻസി ലെവലിലേക്ക് ഒരു ഷോസ് ദ ഹൈ കൺവേർഷൻ കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്.
ഇതിനകത്ത് ഈക്വേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചോദിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഈ ട്രാൻസ്ഫോം ചെയ്യുന്ന 4 അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ടും ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് നമ്മൾ അതിനകത്ത് കളിക്കുക. ഇനി ഡിസ്ക്രൈറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം. In block 1 of the course, we learned about the spatial domain. It was learned the spatial domain in the normal image, where the term domain refers to the normal image space that is represented as a matrix or a pixels. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഇമേജിനെ മെട്രിക്സ് ആയിട്ടോ പിക്സൽസ് ഒക്കെ ആയിട്ടായിരിക്കും റെപ്രസെന്റ്. ഇനി സ്പാഷ്യൽ ഡൊമൈൻ, the transformation methods are executed by directly operating on the pixel values of an image. Adjusting spatial domains are made to the value in order to obtain the desired level of improvement. കട്ടായി പോയതാണ്. ഓക്കെ, സോറി. നല്ല മഴയുണ്ട്, അപ്പൊ അതിന്റെ ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് അടുത്ത തന്നെ ഡിസ്ക്രീറ്റ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 രീതിയിലുണ്ട്. CW വേവ്ലെറ്റ് ഉണ്ട്, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ഒരു ഇതിനകത്തുള്ളത് പഠിച്ചു വെക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. Q1 കമ്പാരിസൺ ബിറ്റ്വീൻ CWT ആൻഡ് DWT ആർ ഗിവൺ വില. CWT എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം ആണ്. DWT എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം. അപ്പൊ അതിന്റെ ഒരു 6 സ്റ്റെപ്പ് ഉണ്ട്. സ്കെയില്, ട്രാൻസ്ലേഷൻ, വേവ്ലെറ്റ്, കമ്പ്യൂട്ടേഷൻസ്, ഡിറ്റക്ഷന്, ആപ്ലിക്കേഷൻസ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും CWT കണ്ടിന്യൂസ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം ആണെങ്കിൽ എന്തായിരിക്കും അറ്റനി സ്കെയില്, DWT ആണെങ്കിൽ ഡയാഡി സ്കെയിൽസ്, ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അറ്റനി പോയിന്റ്, അടുത്ത വരുന്നത് ഇൻഡിജർ പോയിന്റ്. പിന്നെ അടുത്ത വേവ്ലെറ്റ് എന്ന് പറയുമ്പോൾ എനി വേവ്ലെറ്റ് ദാറ്റ് സാറ്റിസ്ഫൈസ് മിനിമം ക്രൈറ്റീരിയ, ഓർത്തോഗണൽ, ബയോ ഓർത്തോഗണൽ, ആ രീതിയിൽ വരുന്നത്. അപ്പൊ ആ ഒരു ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഹരർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുന്നത്? ഹരർ ട്രാൻസ്ഫോം ഈസ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം. വേവ്ലെറ്റ് ട്രാൻസ്ഫോം ആണ് ബേസ്ഡ് ഓൺ ദ സ്മോൾ വേവ്സ് കോൾഡ് വേവ്ലെറ്റ് which are varying frequencies and limited durations. ഇതിനകത്ത് വരുന്നത് ഹരർ ട്രാൻസ്ഫോംസ് ഈസ് എ വേവ്ലെറ്റ് ട്രാൻസ്ഫോം. വേവ്ലെറ്റ് ട്രാൻസ്ഫോം are based on the small waves. Based on the small waves ആണ്. Which are of varying frequencies and limited durations. There are different from the Fourier transform where the basic functions are sinusoids. Hurrier transform is transform full basic functions are orthogonal wavelets. The Hurrier transform as expressed as എങ്ങനെയായിരിക്കും അതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് നോക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇമേജ് എൻഹാൻസ്മെന്റ് ആൻഡ് ഫിൽറ്ററിംഗ് ഇൻ ഫ്രീക്വൻസീസ് ഡൊമൈൻസ്. ഇമേജ് എൻഹാൻസ്മെന്റ് ആൻഡ് ഫ്രീക്വൻസീസ് ഇൻ ഇമേജ് എൻഹാൻസ്മെന്റ് ആൻഡ് ഫ്രീക്വൻസീസ് ഇൻ ഫ്രീക്വൻസി ഡൊമൈന്. ഫിൽറ്ററിംഗ് ഇൻ ഫ്രീക്വൻസീസ് ഡൊമൈൻ്റെ. അപ്പം നമ്മൾ മുമ്പത്തെ ഇതിനകത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് പോലെ തന്നെ ഷിഫ്റ്റിംഗ് ദ സെന്റർ ഓഫ് ദ സ്പെക്ട്രം, ഇമേജ് സ്മൂത്തിങ് ഇൻ എ ഫ്രീക്വൻസി ഡൊമൈന്, ഇമേജ് ഷാർപ്പനിങ് ഇൻ ഫ്രീക്വൻസി ഡൊമൈന്, ഇമേജ് ഡിഗ്രേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ മോഡൽ, നോയിസ് മോഡൽ, റീസ്റ്റോറേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് നോയിസ് ഓൺലി, സ്പാഷ്യൽ പീരിയോഡിക് നോയിസ് റിഡക്ഷന്, എസ്റ്റിമേഷൻ ഓഫ് ഡിഗ്രേഡിയേഷൻ ഫങ്ഷൻസ്, ഇൻവേഴ്സ് ഫിൽറ്ററിങ്, ലീനിയർ ഫിൽറ്ററിങ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്.